ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി ആൾട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ ടൈം ബെൽറ്റ് നമുക്ക് എങ്ങനെ മാറാം, അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ, ക്യാമിൻ്റെ മാർക്ക്, ക്രാങ്കിൻ്റെ മാർക്കൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കവറും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈം ബെൽറ്റ് മാറുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ടൈം ബെൽറ്റ് മാറുന്നതിനോടൊപ്പം തന്നെ വാട്ടർ പമ്പ് മാറണം. അതായത് ഇതിൻ്റെ വാട്ടർ പമ്പാണ്. കാരണം അത്രയും കിലോമീറ്റർ ഓടി വാട്ടർ പമ്പിൻ്റെ ബെയറിങ്ങും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് നമ്മൾ ടൈം ബെൽറ്റ് ടെൻഷനർ മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ പമ്പിന് സൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഈ ടൈമിംഗ് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ട ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഒറ്റയടിക്ക് തന്നെ വാട്ടർ പമ്പ്, ക്യാമിനുള്ളിൽ വരുന്ന സീല്, അതുപോലെ തന്നെ ക്രാങ്കിനുള്ളിൽ വരുന്ന സീല്, ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഒരു ടൈമിൽ തന്നെ നമുക്ക് ടൈമിങ്ങിൻ്റെ സൈഡ് മൊത്തം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയും അടുത്ത ടൈം ബെൽറ്റ് ചേഞ്ചിങ്ങിൻ്റെ ടൈം മാത്രം ഇത് മാറി വിട്ടാൽ മതി. അപ്പോൾ ഇപ്പം നമ്മൾ ടൈം ബെൽറ്റ് മാത്രം മാറി വിട്ട് കഴിഞ്ഞാൽ ടെൻഷനിൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും മൂളിച്ച സൗണ്ട് വരും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ടൈമിങ് കവർ അഴിച്ചിട്ട് ടെൻഷനർ മാറേണ്ടി വരും. പിന്നെ വാട്ടർ പമ്പിൻ്റെ സൗണ്ട് വരും, ബെയറിംഗ് സൗണ്ട് വരും, ലീക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെയൊക്കെ പൊരി പോലെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെയും ടൈമിംഗ് സൈഡ് അഴിക്കണം, വാട്ടർ പമ്പ് മാറേണ്ടി വരും. പിന്നെ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക്, കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് ക്യാമിൻ്റെ സീലിനും ക്രാങ്കിൻ്റെ സീലിൻ്റെ അവിടെ നിന്ന് ഓയിൽ ലീക്ക് വരാൻ തുടങ്ങുമ്പോൾ പിന്നെയും നമ്മൾ ടൈമിംഗ് സൈഡ് അഴിച്ചിട്ട് ക്രാങ്ക് സീലും ക്യാം സീലും ഒക്കെ മാറേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് ലേബറും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ടൈം ബെൽറ്റ് മാറുന്ന അവസരത്തിൽ 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററിൽ കറക്റ്റായിട്ട് തന്നെ ടൈമിംഗ് ബെൽറ്റ് മാറി. ഇതിനെ സംബന്ധിച്ചോളം 1,10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞേക്കുന്നത് ടൈം ബെൽറ്റും ടെൻഷനും മാത്രം മാറിയാൽ മതി. നമ്മൾ ഓൾറെഡി കസ്റ്റമറോട് പറഞ്ഞു വാട്ടർ പമ്പ്, ക്യാം സീൽ, ക്രാങ്ക് സീല്, ടൈം ബെൽറ്റ് ടെൻഷനോടെ മാറണമെന്നാണ് പറഞ്ഞത്. പക്ഷേ കസ്റ്റമർ നമ്മളോട് പറഞ്ഞേക്കുന്നത് ടെൻഷനറും അതുപോലെ തന്നെ ടൈം ബെൽറ്റ് മാത്രം മാറിയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാർക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ടൈമിങ്ങിൻ്റെ മാർക്ക് നോക്കാം. ആദ്യം നമുക്ക് ക്രാങ്കിൻ്റെ മാർക്ക് നോക്കാം. നമ്മൾ ക്രാങ്കിൻ്റെ സൈഡിലോട്ട് പോകുമ്പോൾ ഈ കാണുന്ന കീ സ്ലോട്ട് മുകളിലോട്ട് ആയിരിക്കണം. ഈ കീ സ്ലോട്ടിൻ്റെ മുകളിലായിട്ടൊരു ചെറിയൊരു കുത്തുമാർക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന കീ സ്ലോട്ട്, ഈ കുത്തുമാർക്ക് കീ സ്ലോട്ടിന് നേരെ മുകളിലായിരിക്കും. ആ ടീത്തും ഇവിടെ കാണുന്ന ഈ മാർക്കുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. അതായത് ഈ കാണുന്ന ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗവും ഇതുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കുത്തും ആ കേസിലോട്ട് വന്നേരം മുകളിലോട്ടായിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രാങ്കിൻ്റെ മാർക്ക് വരുന്നത്. ഇനി നമുക്ക് ക്യാമിൻ്റെ മാർക്ക് നോക്കാം. ക്യാമിൻ്റെ മാർക്ക് വരുന്നത് ഇതിൻ്റെ കേസിലോട്ട് മുകളിലോട്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ കാണുന്ന മാർക്കും ഇവിടെ കാണുന്ന ഒരു പഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ആരോ മാർക്ക് പോലുള്ളതും ഈ കവറിൽ വരുന്ന ടൈമിംഗ് കവറിൽ വരുന്ന മാർക്കും ഇതുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കേസിലോട്ട് മുകളിലോട്ടും ആയിരിക്കും ആ മാർക്ക് അവിടെയായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ടൈമിങ് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് അഴിച്ചെടുക്കാം. ടൈം ബെൽറ്റ് അഴിച്ചെടുക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ എലങ്കിയുടെ സൈസ് വരുന്നത്. 6 mm എലങ്കി ആയിരിക്കും ഇതിൻ്റെ ടെൻഷനിന് വരുന്നത്, ഈ ഭാഗത്തായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ലൂസ് ചെയ്യണം. എന്തായാലും നമുക്കിത് ലൂസ് ചെയ്യാം. അതുപോലെ തന്നെ 6 mm എലങ്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ടെൻഷനറിൻ്റെ സെൻറ്റർ ബോൾട്ട് ലൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ടെൻഷനർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ഈ ബെൽറ്റിനെ ടൈറ്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 5 mm എലങ്കിയാണ് വരുന്നത്. ഈ 5 mm എലങ്കി ആയിരിക്കും ടെൻഷനെ നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ഇവിടെ ഒരു ഹോളുണ്ട്, ഈ കാണുന്ന ഒരു ഹോളുണ്ട്. ഈ ഹോളിലോട്ട് ഈ എലങ്കി കയറ്റി വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും പിടിച്ചു കഴിഞ്ഞാൽ ടൈറ്റും ലൂസും ആവുന്നതായിരിക്കും. ഇങ്ങനെ അത് ഇപ്പോൾ നമ്മൾ ഈ സെൻട്രൽ ബോൾട്ട് ലൂസ് ചെയ്തിട്ടില്ല. ലൂസ് ചെയ്തിട്ട് നമുക്ക് ബെൽറ്റ് ടൈറ്റ് ചെയ്യാൻ നേരം നമുക്കത് കാണിക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് 5 ഉം 6 mm എലങ്കിയാണ് വേണ്ടത് സൈസ് വരുന്നത്. നമ്മളിപ്പോൾ 6 mm എലങ്കി കയറ്റിയിട്ടു. ജസ്റ്റ് ഒരു പൈപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ലൂസ് ചെയ്തിട്ടുണ്ട്. ലൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ ബെൽറ്റിന് ടൈറ്റ് ഉള്ളത് കൊണ്ട് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റിലീസായിട്ട് വരും. നമുക്കിതിങ്ങനെ അഴിച്ചെടുക്കാം. കാരണം നമുക്ക് ടെൻഷനോടെ മാറേണ്ടതാണ്. ഒരു പ്ലേറ്റ് വാഷറും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോൾട്ടിൻ്റെ ലെങ്ത് വരുന്നത്. നമുക്കിത് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഊരിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പിന്ന് വരുന്നത് ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിലോട്ട് അറ്റാച്ച് ആയിട്ടായിരിക്കും ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പിന്ന് വരുന്നുണ്ട്. ഈ പിന്നിലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ബെൽറ്റ് ഊരിയെടുക്കാം. ബെൽറ്റ് ഊരിയെടുക്കുമ്പോഴും ഇടുമ്പോഴും നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് ഈ മാർക്ക് കറക്റ്റാണോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പുതിയ ബെൽറ്റ് ഇടാം. ഇതാണ് ഇതിൻ്റെ പഴയ ബെൽറ്റ് വരുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പാടുകൾ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടം കൊണ്ട് കട്ടായി പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടീത്ത് കട്ടായി പോകും. കാലപ്പഴക്കം കൊണ്ടോ ഒന്നീ 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 1,00,000 കിലോമീറ്റർ അതിനുള്ളിൽ തന്നെ കറക്റ്റായിട്ട് മാറണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷത്തിനിടയ്ക്ക് ഇത് മാറിയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കാരണം കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരും. ഇതുപോലെ വെടിച്ച് കയറാൻ തുടങ്ങും. വെടിച്ച് കയറുമ്പോഴത്തേക്ക് ഇവിടുന്ന് ടീത്ത് കട്ടാവും. ടീത്ത് കട്ടാവുമ്പോൾ ടൈമിങ് മാറും, വാൽ പിടിക്കും, പിന്നെ ഹെഡ് എഞ്ചിന് ഉൾപ്പെടെ പണിയേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പുതിയ ബെൽറ്റ്. നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പഴയ ടെൻഷനർ വരുന്നത്. ഇതിൻ്റെ മൂളിച്ച കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള മൂളിച്ചുണ്ട്, അതുപോലെ തന്നെ ഇളക്കവും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ടെൻഷനർ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂളിച്ചയോ കാര്യങ്ങളൊന്നും ഇല്ല, ഒരു പ്ലേയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ടെൻഷനർ ഫിറ്റ് ചെയ്യാം. ടെൻഷനർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കാണുന്ന ഹോളിലോട്ട് ഇത് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ബോൾട്ട് ഇടുക. ബോൾട്ട് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വാഷർ മിസ്സാവാനായിട്ട് പാടില്ല. ഇത് ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെക്കുക. അതായത് ഇങ്ങനെ അങ്ങോട്ടും മൂവ് ആവുന്ന ഒരു പൊസിഷനിൽ ഒന്ന് മുട്ടിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് മാക്സിമം ഇങ്ങോട്ട് തള്ളി വെക്കുക. ഇനി നമുക്ക് ബെൽറ്റ് ഇടാം. ഇനി നമുക്ക് ടൈം ബെൽറ്റ് ഇടാം. അപ്പോൾ മാക്സിമം ഇങ്ങോട്ടാക്കി വെക്കുക. നേരെ നമ്മളിപ്പോൾ ക്രാങ്കിലിട്ടുണ്ട്. ക്രാങ്ക് നമ്മൾ വലിക്കുന്ന സമയത്ത് അത് ക്രാങ്ക് തിരിയാതെ നോക്കുക. ഒരു ലൈറ്റായിട്ട് ഒന്ന് വലിച്ചു വെക്കുക. അത് തിരിയാത്ത രീതിയിൽ വലിച്ചു വെക്കുക. ക്യാമിലോട്ട് നമ്മളിപ്പോൾ ക്യാമും തിരിയാത്ത രീതിയിൽ പതുക്കെ കൊണ്ടുവരിക. നേരെ ടെൻഷൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ ടെൻഷൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു പ്ലേ എപ്പോഴും നോക്കുക. ഇപ്പോൾ ബെൽറ്റ് കയറി വീണിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേ ഇവിടെയുണ്ട്. ഇത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വലിക്കുന്ന കൂട്ടത്തിൽ ഈ ബെൽറ്റിനെ വലിച്ചിങ്ങോട്ട് കയറ്റുന്ന കൂട്ടത്തിൽ ക്യാമ് തിരിയുന്നുണ്ടോയെന്ന് കറക്റ്റായിട്ട് നോക്കുക. അത് തന്നെയല്ല ഈ ക്രാങ്കും തിരിയുന്നുണ്ടോയെന്ന് കറക്റ്റായിട്ട് നോക്കുക. ബെൽറ്റ് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മാർക്ക് കറക്റ്റാണോ നോക്കുക. എന്നിട്ട് ഒരു 2 റൗണ്ട് കറക്കിയിട്ട് പിന്നെയും മാർക്ക് കറക്റ്റാണോ എന്ന് നോക്കുക. ഇനി നമുക്ക് ബെൽറ്റ് ടൈറ്റ് ചെയ്ത് വിടാം. അപ്പോൾ ബെൽറ്റ് ടൈറ്റ് ചെയ്ത് വിടാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ കാണുന്ന ആ ഹോളിൽ, ഈ കാണുന്ന ഹോളിൽ ഇലങ്കി കയറ്റിയിടുക. നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റ് ടൈറ്റ് ആവും. ഇങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ലൂസാവും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫ്രീ പ്ലേ എപ്പോഴും വേണം. നമ്മളൊരു ഫ്രീ പ്ലേ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇലങ്കി ഉപയോഗിച്ച് സെൻറ്റർ ബോൾട്ട് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ കൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഫ്രീ പ്ലേ നോക്കുക. നല്ല ഫ്രീ പ്ലേ തന്നെ ഉണ്ട്. ഇനി നമുക്കിത് ഫുൾ ടൈറ്റ് ചെയ്യാം. അതുപോലെ ഓവർ ടൈറ്റ് ഈ ബോൾട്ട് ചെയ്യാൻ പാടില്ല. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡ് കട്ടായി പോകും. കാരണം ഹെഡിലാണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രീ പ്ലേ ബെൽറ്റിന് ഫ്രീ പ്ലേയും ഉണ്ട്. ഈ ഒരു ഫ്രീ പ്ലേ എപ്പോഴും വേണം. ഇനി നമുക്ക് മാർക്ക് ഒന്നുകൂടെ നോക്കാം കറക്റ്റാണോ എന്ന്. നമുക്ക് ആദ്യം ക്രാങ്കിൻ്റെ മാർക്ക് നോക്കാം. നമ്മൾ ബെൽറ്റ് ഇട്ടതിന് ശേഷവും അതിന് മുമ്പേയും ആ കീ സ്ലോട്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കീ സ്ലോട്ട് മുകളിലോട്ടായിരിക്കണം. ഈ കുത്തും ഇതുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. ഈ കാണുന്നതുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. നോക്കിയാലും മനസ്സിലാവും കറക്റ്റായിട്ട് തന്നെ മാച്ചായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിന് ക്യാമിൻ്റെ മാർക്ക്
ക്യാമിൻ്റെ മാർക്ക് നോക്കുമ്പോൾ ഈ കീസിലോട്ട് മുകളിലോട്ട് ഇതുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. ഇനി നമുക്ക് 1-2 വട്ടം ഒരു റൗണ്ട് എൻജിൻ കറക്കിയിട്ട് ഒന്നുകൂടെ ടൈമിങ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ 2 റൗണ്ട് ക്രാങ്ക് കറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാർക്ക് കറക്റ്റ് ആണോ നോക്കാം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ കേസിലോട്ട് മുകളിലോട്ട് അതുപോലെ തന്നെ ഈ മാർക്ക് ഇവിടോട്ട് നേരെ ഈ മാർക്കുമായിട്ട് ഈ കാണുന്ന ആ പ്രൊജക്റ്റ് നിൽക്കുന്ന ഭാഗമായിട്ട് മാച്ചിങ്ങിലാണിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്യാമിൻ്റെ മാർക്ക് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മാർക്കുമായിട്ടും ഈ പഞ്ച് ചെയ്ത ആരുമായിട്ടും കറക്റ്റായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രീ പ്ലേ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഈ ഒരു പ്ലേ എപ്പോഴും ബെൽറ്റിന് വേണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മാരുതി സുസുക്കി ആൾട്ടോയുടെ ടൈം ബെൽറ്റും അതിൻ്റെ മാർക്കും കാര്യങ്ങളും ടൈം ബെൽറ്റ് മാറുന്നതും. ചില കേസിലൊക്കെ ഹെഡ് 2-3 വട്ടം ഫേസ് ചെയ്ത വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രാങ്ക് അങ്ങനെ നിർത്തിയിട്ട് ക്യാം ഒരു ശകലം, കാരണം ബെൽറ്റിൻ്റെ തീത്ത് കറക്റ്റ് കയറി വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാം ഒരു ശകലം റിട്ടേൺ ചെയ്തിട്ട് ബെൽറ്റ് കയറ്റിയിട്ടിട്ട് നമ്മൾ ശകലം കറക്റ്റായിട്ട് മാർക്കിലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ബെൽറ്റ് കയറ്റിയിടാനായിട്ട് സാധിക്കും. ഓക്കെ, ടൈമിംഗ് ബെൽറ്റ് എപ്പോഴും മാറുന്ന അവസരത്തിൽ 1,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷത്തിൽ നമ്മൾ ടൈം ബെൽറ്റ് മാറുന്ന അവസരത്തിൽ വാട്ടർ പമ്പ്, ക്യാം സീൽ, ക്രാങ്ക് സീൽ, അതുപോലെ തന്നെ ടൈം ബെൽറ്റ്, ടെൻഷനർ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ മാറ്റി വിടുക. ഇതിനെ സംബന്ധിച്ചോളം കസ്റ്റമർക്ക് നമ്മൾ ടൈം ബെൽറ്റും ടെൻഷനറും മാത്രം മാറിയാൽ മതി. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോയുടെ ടൈം ബെൽറ്റ് എങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.